KC പക്ഷം എന്നൊരു പക്ഷമില്ല എന്ന് KC വേണുഗോപാൽ എടുത്തു പറഞ്ഞു. ഒപ്പം വൈകാരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ ആളുകളെ നോക്കുകയാണെങ്കിൽ എല്ലാവരും KC പക്ഷക്കാരാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഇതോടൊപ്പം മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലൊക്കെ KC വേണുഗോപാൽ പങ്കെടുക്കുകയാണ്. കൃത്യമായ ഇടത്ത് തൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമം KC വേണുഗോപാൽ നടത്തും എന്നാണ് കരുതേണ്ടത്. ദീപാദാസ് മുൻഷി KC വേണുഗോപാലിനെ കണ്ട് ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ചർച്ച എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അഖില, KC പക്ഷമില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ ആ KC പക്ഷം ഏതാണ് എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നിയുക്ത MLA-മാരാണ് ഇന്ന് KCയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തിയത്. നിരവധിയായിട്ടുള്ള MLA-മാർ, M. ലിജു, PC വിഷ്ണുനാഥ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള MLA-മാരെല്ലാം തന്നെ T. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള MLA-മാരൊക്കെ തന്നെയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഒരു വലിയ ആൾക്കൂട്ടം, വലിയ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ KCയെ സ്വീകരിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. അവിടെ വെച്ച് വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അവിടെയാണ് KCക്ക് ഈ നിയമസഭയിൽ ഈ നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസിനുള്ളിലുള്ള ആ ഒരു ഹോൾഡ് എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടി ചർച്ചകളൊക്കെ തന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ UDF ഒരു യോഗം ചേർന്നെങ്കിലും അത് കേവലം ഒരു ഹായ് ബായ് പറഞ്ഞു പോരുന്ന ഒരു നിലയിലേക്ക് മാത്രം കാര്യങ്ങൾ പോവുകയും ഒരു കൃത്യമായ രീതിയിൽ തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നാളെ നടക്കുന്ന യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കും. അവർക്ക് ഈ മന്ത്രിസഭയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായും ചൂണ്ടിക്കാണിക്കും. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നില്ല എങ്കിൽ ആ ചർച്ച വീണ്ടും തുടരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക, ഒപ്പം തന്നെ KC വേണുഗോപാൽ പറയുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകുക, അത് വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ, അതായത് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനം വരുന്ന ഘട്ടത്തിൽ ആ ഒരു ചർച്ചയിൽ തന്നെ ഇവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായ രീതിയിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതും KCയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ നടക്കുന്ന ആ യോഗത്തിൽ എന്തായാലും ഇവർ രണ്ടുപേരും പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ പറഞ്ഞതുപോലെ KC പക്ഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ആ പക്ഷം കൃത്യമായ രീതിയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുക തന്നെയായിരുന്നു പ്രവർത്തകരുടെ, ഒപ്പം തന്നെ KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഒരു പെരുമാറ്റവും അവരുടെ നിലപാടുകൾ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. അവർ ആ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അവരുടെ നിലപാടുകൾ അവർ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് KC പക്ഷം എന്ന് പറയുന്നത് ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ഒരു KC പക്ഷം എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതല്ല, ഈ നിലയിലുള്ള നിലപാടുകൾ എടുക്കുന്ന മനുഷ്യർ കൂടിച്ചേർന്ന് തന്നെയാണ് അത്തരത്തിലുള്ള പക്ഷമുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി തന്നത് എന്നതും അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നാളെയാണ് നിർണായകമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും, ഏതൊക്കെ വകുപ്പുകളാണ് അവർക്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചർച്ചയാവുക. എന്തായാലും KCയുടെ ഈ ഒരു വരവ് അത് വെറുതെ ഉള്ളൊരു വരവാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്ന് അല്പസമയം മുമ്പ് ഈ വരവിന് തൊട്ടു പിന്നാലെ ദീപാദാസ് മുൻഷിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മന്ത്രിസഭാ രൂപീകരണം തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വന്നത് എന്നതും എടുത്തു പറയണം. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ കാണുകയും അനുനയ ചർച്ചകളൊക്കെ തന്നെ നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ അനുനയത്തിലേക്ക് അദ്ദേഹം വരണമെങ്കിൽ ആഭ്യന്തരത്തിൽ കുറഞ്ഞ ഒരു വകുപ്പും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. സ്വാഭാവികമായും ആ നിലയ്ക്കുള്ള ഒരു അനുനയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരത്തിൽ എന്തായാലും ചെന്നിത്തല ആ ഒരു അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തും എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച നിർണായകമാണ്. തീർച്ചയായിട്ടും. ഏതായാലും KC വേണുഗോപാൽ സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ്. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിടിമുറുക്കിയതുപോലുള്ള ഇടപെടലാണോ KC വേണുഗോപാൽ നടത്തുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.